ആ വിളിച്ചു എന്നറിഞ്ഞ്. തന്റെ മോന് ആളും മിടുക്കനാ. അസ്ഥിയെ പിടിക്കുന്ന പോലെ കേറിയങ്ങ് പിടിച്ചു കളഞ്ഞു. വാ, അവളുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വേറൊരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞപ്പോ അവള് ചാടിക്കേറി കയ്യിലെ ഞരമങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഏയ്, പേടിക്കാനൊന്നുമില്ല. വേലക്കാരി കണ്ടതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ല. മിടുക്കനാ, അവൻ മിടുമിടുക്കനാ. എന്നെ വിളിപ്പിച്ചത് അവന്റെ കാര്യം പറയാനാ. ഞാനൊരു ജോലി ശരിപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാ? കൽക്കട്ടയില. അത്രയും ദൂരെ? പോട്ടെ, പോയി ജീവിതം പഠിക്കട്ടെ. അവനെ പിരിഞ്ഞ് ഞാൻ അധികം നിന്നിട്ടില്ല. ഇളയതായതുകൊണ്ട്. പുന്നാരം ഇത്തിരി കൂടുതലല്ലേ? എനിക്കും അതെ. ഇളയതും മൂത്തതൊക്കെ ആയിട്ട് ഒന്നേ ഉള്ളൂ. പിന്നെ അവളുടെ തള്ള മരിച്ചതിന് ശേഷം താഴത്തും തലയിലും വെക്കാതെ ഞാൻ വളർത്തിയതേ. അതുകൊണ്ട് തന്നെ അവൾ ഇഷ്ടം എനിക്ക് വരുന്നത്. എന്നാ പോകേണ്ടത്? നാളെ തന്നെ. എല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി കഴിഞ്ഞു. നാളെ ഞാൻ അവനെയും കൂട്ടി വരാം. വേണ്ട, ഞാൻ വണ്ടി അയക്കാം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടോ? എനിക്കോ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. ചെന്നാലുടനെ കത്തയക്കണം. അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. വല്ലാത്ത കാലാ, സൂക്ഷിക്കണം. നടക്ക്. തള്ളാതെ. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. എല്ലാത്തിനും തലയാട്ടിക്കോ. പറഞ്ഞ പോലെ അനുസരിച്ചില്ലെങ്കിൽ കൽക്കത്ത വന്ന് ഞാൻ ഇടിക്കും. ഓ, നീ അങ്ങോട്ട് വാ. ഞാൻ വരുന്നുണ്ട്, നോക്കിക്കോ. മതി 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 മതി. ആ ഗ്ലാസ് ഒന്ന് കയറ്റിട്. ഏസിയാ? KRC എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ വരെ പിടിയുള്ള ആളാ. എവിടാ ജോലി കിട്ടാൻ പ്രയാസം? സംഗതി ഒരു വാശിക്ക് ചെയ്താണെങ്കിലും അവനൊരു ഗുണമായി. ഇതൊക്കെ ഒരു നിമിത്തമാ മാധവ. തലയിലെടുത്ത് തലമുടി മടിച്ചാ മാറുമോ? അതന്നെ. എന്ത് ഇടപാടാന്നിത്? മോതിരി ടീച്ചർ ചെറുക്കൻ അമേരിക്കക്ക് പോയ പോലെയാണല്ലോ. പെണ്ണിനെ വേറെ കെട്ടിക്കാനും പറ്റില്ല, ചെറുക്കനൊട്ട് വരികയും ചെയ്യില്ല. അതെ, ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ദിവസം എത്രയായി? കുഞ്ഞപ്പാ, തുക കൈ വന്നിട്ടില്ല, അതുകൊണ്ടാ. സത്യം പറ, ഇനി സ്ഥലം വേണ്ടാന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? വേണ്ടെങ്കിൽ പിന്നെ ഞാൻ അഡ്വാൻസ് കൊടുക്കുവോ? അത് 101 ഉലുവിയല്ലേ. അതൊന്നും ഇനി മാധവേട്ടനൊരു പ്രശ്നമില്ലാന്ന് എനിക്കറിയാം. KRC നിങ്ങളെ ബന്ധുക്കാരനല്ലേ. അയാളുടെ അവതാരം ഒന്നും എനിക്ക് വേണ്ട. എന്തിനാ വേണ്ടാന്ന് വെക്കണത്? പൂത്ത പണമുള്ള പാർട്ടിയാണ്. 10,000 തന്നു വെച്ച് അയാൾ നശിക്കാനൊന്നും പോണില്ല. ഒഴുകണ വെള്ളത്തിൽ തെക്കണത് ലാഭം. അങ്ങനെ തെക്കെടുക്കാണ് എനിക്കിങ്ങനെ വാടക കിട്ടി കഴിയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കൂടെ വളയം പിടിച്ചിരുന്നൊക്കെ ഇന്ന് നല്ല മുതലാളിമാരാ. ഞാനിപ്പോ എന്താ വേണ്ടേ? അത് ശരിയാക്കാം, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം കൊണ്ട് പറയാൻ കേട്ടോ. അച്ഛൻ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ ഇങ്ങനെ പറയാ? അത് ഞാനൊരു സ്ഥലത്തിന്റെ കാര്യം സൂചിപ്പിച്ചില്ലേ, ആധാരം ഉടനെ നടത്തിയില്ലെങ്കിൽ. എത്ര വേണ്ടി വരും? കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ വകുപ്പുണ്ട്. സെന്റിന് 800 രൂപ അവര് പറയണേ. എന്തെങ്കിലും കൂടെ കുറച്ച് കിട്ടിയേക്കും. 5 സെന്റാ എന്റെ മനസ്സിലെ പ്ലാൻ. ആധാരം രജിസ്റ്ററാക്കാനും എഴുത്തുകുത്തിനും ഒക്കെ കൂടി 1000 1200 ഒക്കെ ആകും. എല്ലാം കൂടെ ഒരു. ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ ഊണ് കഴിക്ക്. ഈ ലോണാകുമ്പോ കുറേശ്ശെ അടിച്ചു തീർത്താൽ മതിയല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ഛൻ മനസ്സമാനത്തോടെ ഇരിക്കേ. അപ്പോഴേ ലോൺ എടുത്ത് കൊടുക്കാൻ പോവാ.
അച്ഛന് ഏട്ടൻ മാത്രമല്ലല്ലോ മോനായിട്ടുള്ളത്. അല്ല അച്ഛൻ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെയാ അച്ഛന്റെ കാര്യം. നമുക്കും ഒരു പെങ്കൊച്ച ഉള്ളത്, അത് മറക്കണ്ട. ഇത് ചിറ്റപ്പന്റെ, ഇത് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറി, ഇത് കുറുമ്പിക്കാലയുടെ. ഇത് അച്ഛന്റെ അമ്മയുടെ മുറിയല്ലേ? അത് തന്നെയാ മോടെ മുറി. എനിക്ക് വേറെ മുറി വേണം, ഒരു കൊച്ചു മുറി. ആ ആ നോക്കട്ടെ. അമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയൊന്ന് ചെല്ലാൻ. നീ കമ്പനിയിലേക്കല്ലേ? അതെ, ലോണിന്റെ കാര്യം ഒന്നും ആയില്ലേ? ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. 1-2 പേർക്ക് ശമ്പള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജാമ്യം നിന്നിട്ടുണ്ട്. അവരത് അടച്ചു തീർക്കാതെ എനിക്ക് ലോണിന് അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്തങ്ങ് നടക്കും തോന്നണില്ല. മുത്തച്ഛ, എന്റെ മുറി ഇവിടെ മതി. മുത്തച്ഛ, എനിക്ക് ഇവിടെ മതി മുറി. പ്രസാദ് പറഞ്ഞ ലോണിന്റെ കാര്യം ഇപ്പോഴെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. തന്റെ ഏട്ടനോടൊന്ന് ചോദിച്ചാലോ? വേണ്ട. ആദ്യം ഒന്ന് ചാടും, എന്നാലും ഉണ്ടെങ്കിൽ ചിലപ്പോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇപ്പൊ ആരോട്? ഒരാളുണ്ട്, പക്ഷേ ചോദിക്കുന്ന അത്ര ശരിയല്ല. പിന്നെ ഈ ഒരവസ്ഥയില് ഒരു ചെറിയ തിരിമറിക്ക് വേണ്ടി. ആരാ? ഉത്തമൻ. ടി വി സീരിയൽ പിടിക്കാനും മറ്റുമായിട്ട് കൊണ്ടുവന്ന പണം കാണുമല്ലോ അവൻ്റെ അടുത്ത്. അതൊക്കെ മോശമല്ലേ? കടമായിട്ടല്ലേ? ചോദിച്ചു നോക്ക്. അവരോടെ മുറിയിലുണ്ടാവും. എപ്പ നോക്കിയാലും രണ്ടാളും കിന്നാരം പറച്ചില്ല. മിണ്ടാപ്പൂച്ച പോലിരുന്ന പെണ്ണാ. താൻ കൂടെ വാ. ഏയ് വാടൂ. നാളെ ഈ നെക്ലസും വളകളും ഇട്ട് സിറ്റിയിലാകുന്ന ചെത്താം. എന്താ? ഏ വേണ്ട വേണ്ട, തൽക്കാലം ഇതൊന്നും ഇവിടെ ആരും അറിയണ്ട. കല്യാണത്തിനും അടിയന്തത്തിനും ഒക്കെ പോകാൻ കടം ചോദിക്കും. ആ അത് കൊള്ളാം. ആൾക്കാരെ കാണിക്കണ്ടാക്കി പിന്നെ ഇതൊക്കെ എന്തിനാ നിർബന്ധിച്ച് വാങ്ങിയത്? പുഴുങ്ങി തിന്നാനോ? ആഹാ, എന്താ എന്താ അച്ഛാ? ഒന്നും തോന്നരുത്. ടി വി സീരിയൽ പിടിക്കാൻ വെച്ചിരിക്കുന്ന കാശുണ്ടെങ്കിലേ അതിന്ന് കുറച്ച് രൂപ വേണം. സീരിയൽ പിടിക്കാറാകുമ്പോഴത്തേക്ക് തിരിച്ചു തരാം. അയ്യോ, ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. അതെന്താ? ഇപ്പൊ സീരിയൽ നിൽക്കുമ്പോ ആൾക്കാർക്ക് പേടിയാവും. അപ്പൊ ടി വി ഓഫ് ചെയ്യും. പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. ആ, ഉണ്ടായിരുന്നെല്ലാം തട്ടിക്കൂട്ടി ഊർമിളയ്ക്ക് കുറച്ച് ആഭരണങ്ങൾ എടുത്തു. ഊർമിളെ, ആ നെക്ലസ് വളഞ്ഞെടുത്തേ. അകത്തേക്ക് വരൂ. എങ്ങനുണ്ട്? കൊള്ളാം. 5 പവനാ. ഊർമിളയുടെ ഒരു ആശയല്ലേ, നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ക്ലീൻ. ഇനി ഗൾഫിലേക്ക് പറക്കണമെങ്കിൽ ടിക്കറ്റിന്റെ കാശ് അച്ഛൻ തരണം.